നമസ്കാരം. ആദ്യഘട്ടത്തിന് കൊട്ടിക്കലാശം. തീപാറുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങളുമടക്കം വിവാദങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ജനം ആരോടൊപ്പം? തുടർ ഭരണത്തിന് ആത്മവിശ്വാസം നൽകുന്ന വിധി വരുമെന്ന ഇടത് പ്രതീക്ഷയ്ക്ക് അക്കം കൂട്ടുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ്. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന നേട്ടം കൈവരിച്ചിടങ്ങളിൽ തദ്ദേശവും വെട്ടിപ്പിടിക്കുമെന്ന് BJPയും കരുതുന്നു. ഏറ്റവും ഒടുവിലത്തെ ദിനവും ജമാഅത്തെ ബന്ധം ചൂടേറിയ ചർച്ച. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് K അനിൽകുമാർ CPMൽ നിന്ന്, ശ്രീ ശ്യാമരാജ് BJPയിൽ നിന്ന്, അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോസ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ ദിവസവും നിങ്ങളെല്ലാവരും തന്നെ കൊട്ടിക്കലാശത്തിന്റെ വേദികളിൽ നിന്നാണ് വരുന്നത്. ആദ്യഘട്ടം പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കൊടിയിറങ്ങുന്ന സമയത്ത് എന്താണ് ആത്മവിശ്വാസം? എന്ത് കാര്യത്തിന് LDFന് വോട്ട് ചെയ്യണം ജനങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല. ഏതൊരു കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട, പ്രകടന പത്രിക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരമേറ്റാൽ അപ്പോൾ തന്നെ അത് നടപ്പാക്കാൻ പരിശ്രമിക്കുന്നൊരു ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 57-ലെ EMS സർക്കാർ. ഏപ്രിൽ 5-ന് അധികാരത്തിൽ വന്നു. 57-ൽ ഏപ്രിൽ 11-ന് കുടിയിറക്ക് നിരോധന നിയമം കൊണ്ടുവന്നു. രാജ്യത്ത് ഏറ്റവും വിപ്ലവകരമായി ഭൂമിയുടെ അവകാശം ഈ നാട്ടിലെ കൃഷിക്കാരന്, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്കക്കാർ ഉൾപ്പെടെയുള്ള കൃഷിക്കാരായ മനുഷ്യർക്ക് ലഭ്യമാക്കിയ ചരിത്ര മുന്നേറ്റമാണ് നടത്തിയത്. രണ്ടാമത് ഞങ്ങൾ ഉറപ്പ് നൽകിയത് ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിക്കൊടുക്കാമെന്നാണ്. 57 മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെൻറ്റുകളും ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനവും രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്നൊരു നാടായി കേരളത്തെ മാറ്റിയിട്ടുണ്ട്. മൂന്നാമത്തതാണ് 57-ലെ EMS സർക്കാർ തന്നെ ഏറ്റവും മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നിയമം. അത് സർക്കാരിനെ അട്ടിമറിച്ചെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം മുന്നോട്ട് പോയി. അതിൻ്റെ ഗുണഫലമായി ഇന്ന് പുതിയ തലമുറ ഉയർന്നു വന്നിരിക്കുന്നു. ആരോഗ്യമുള്ളൊരു ജനത, വിദ്യാഭ്യാസമുള്ളൊരു ജനത. ഈ ജനതയ്ക്ക് ഇന്നത്തെ കേരളത്തിൽ എന്തെല്ലാമാണ് കുറവുള്ളത്? ആ കുറവുകളെ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ 10 കൊല്ലക്കാലം നടത്തിയത്. നല്ല റോഡുണ്ടാക്കി, പവർ കട്ടില്ലാത്ത കേരളമുണ്ടാക്കി, എല്ലാവർക്കും വീട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിദാരിദ്ര്യമില്ലാതെയാക്കി, നമ്മുടെ സർവകലാശാലകളെ മികച്ചതാക്കി, സ്കൂളുകളെയും ആശുപത്രികളെയും മികച്ചതാക്കി, ഡിജിറ്റൽ സയൻസ് പാർക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇനി എന്ത് വേണം? ഞങ്ങൾ കാണുന്നത് ഒരു വിജ്ഞാന കേരളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മൂലധനത്തിന് മുതലാളിമാരെ ആശ്രയിക്കേണ്ടതിന് പകരം വിജ്ഞാനം എന്ന് പറയുന്നത് മൂലധനമാക്കി മാറ്റിത്തീരുന്ന ഒരു ലോക ബദൽ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് ലോകോത്തര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മൾ ശിശുമരണ നിരക്കിൻ്റെ കുറവിൻ്റെ കാര്യത്തിൽ. മാതൃമരണ നിരക്കിൻ്റെ കുറവിൻ്റെ കാര്യത്തിൽ അമേരിക്കയുടെ മുമ്പിലാണ് നമ്മൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്കൊപ്പമാണ് പല കാര്യത്തിലും. മനുഷ്യ വിഭവശേഷിയുടെ, മനുഷ്യ വികാസത്തിൻ്റെ എല്ലാ മാനകങ്ങളിലും കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ഇനിയും ഉയരാനുണ്ട്. അതിന് 2031-ലെ കേരളം എന്ന ലക്ഷ്യം വെച്ച് 61 വകുപ്പുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് അത് രൂപരേഖ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അടുത്ത സർക്കാരിൻ്റെ പരിപാടി. ഇപ്പം ഞങ്ങളൊരു 900 കാര്യങ്ങൾ പറഞ്ഞു. എത്രത്തോളം നടപ്പാക്കി? പുതിയ പ്രോഗ്രസ് കാർഡ് വരും. 600 കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. അത് എത്രത്തോളം നടപ്പാക്കി? പ്രോഗ്രസ് കാർഡുകൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ന് വൈകി ഉദിച്ച ബുദ്ധി പോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അവരേതോ വലിയ കമ്മിറ്റിയെ വെച്ച് പഠിച്ചിട്ട് ഈ 600 എണ്ണം കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നമുക്കൊരു സംവാദമാകാം, പരസ്യമായ സംവാദമാകാം. ഞങ്ങൾ പ്രോഗ്രസ് കാർഡ് 9 ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ ഇന്ന് കൊച്ചി മേയർ പോയത് ബ്രഹ്മപുരത്താണ്. പുകയുയർന്ന ബ്രഹ്മപുരം. ഇനി ബ്രഹ്മപുരത്ത് തീ ഉയരുകയില്ല, പുക ഉയരുകയില്ല. അവിടെ വന്ന മാറ്റം നമ്മൾ കാണുകയാണ്. ഇത് കൺകുളർക്ക് കാണുന്ന ഈ മാറ്റത്തിന് നടുവിൽ നിന്നുകൊണ്ട് കേരളത്തോട് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നവകേരള ലക്ഷ്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാക്കണം. അത് നടപ്പാക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നിറഞ്ഞ അഭിമാനവും ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, അങ്ങനെ നവകേരളം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് കാർഡുകളിൽ ഏറ്റവും ഉന്നതമായ റാങ്ക് നേടിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനം വോട്ട് ചെയ്യും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ മാറ്റി നിർത്തുകയാണെങ്കിൽ തദ്ദേശവും നിയമസഭയും അടക്കം
തെരഞ്ഞെടുപ്പ് ജയങ്ങളുടെ ഒരു വലിയ പട്ടിക അവകാശപ്പെടാനുണ്ട് ഇടതുപക്ഷത്തിന്. എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? അല്ല, ഈ CPM ഈ നവകേരളം എന്ന് പറയുന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം CPM എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടത്തിയ കൊടിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട്. ഒന്ന്, വിലക്കയറ്റം കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് നമുക്കറിയാം. ഇനി എല്ലാത്തിനും, അതായത് ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളക്കരം, അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം, മിൽമാപ്പാല്, പെട്രോൾ ചാർജ്, ബിൽഡിംഗ് ടാക്സ്, ലാൻഡ് ടാക്സ്, വണ്ടിയുടെ ടാക്സ്, ടോൾ പാസയിലെ നിരക്ക്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കോട്ട് ഫീ സ്റ്റാമ്പിൻ്റെ വില കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആകെ വിലയിടിഞ്ഞ ഒരേ ഒരു സാധനം ശ്രീ പിണറായി വിജയൻ്റെ മാത്രമാണ്. ബാക്കി എല്ലാ സാധനത്തിൻ്റെയും വില കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2, ക്രമസമാധാനം ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ്. കാരണം മാല മുതൽ മാങ്ങ വരെ മോഷ്ടിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അതപ്പതിച്ചത് നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, ഇവിടെ മയക്കുമരുന്ന് കാരണമുള്ള അക്രമം എത്രയാണ് നടന്നതെന്ന് രക്ഷിതാക്കൾ വളരെ ആശങ്കയിലാണ്. എത്രയേറെ അക്രമങ്ങൾ നടന്നു, അതൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. 3, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വേണു മരിച്ചു. വേണു പറഞ്ഞത് അവശ്യ ശസ്ത്രക്രിയയ്ക്ക് പോയിട്ട് ശസ്ത്രക്രിയയോ മരുന്നോ കട്ടിലോ പോലും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ എല്ലാ ദിവസവും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ശുചിമുറി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യ മേഖലയെ തച്ചു താർത്ത സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ. 4, വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ തൊഴിൽ മേഖലയും തച്ചു തകർത്ത സർക്കാരാണ്. കാരണം ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയോ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രപരമായി വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടോ ആ മാറ്റത്തിനെതിരെ സമരം ചെയ്ത പ്രസ്ഥാനം SFI ആണ്. അത് സ്വാശ്രയ കോളേജുകളുടെ കാലഘട്ടത്തിലും ഇവിടെ വിദേശ സർവകലാശാലകളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ചരിത്രപരമായി എല്ലാ കാര്യങ്ങളിലും സമരം ചെയ്ത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ +2 കഴിയുമ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പാകത്തിനാക്കി വെച്ച ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ. തൊഴിലിടങ്ങളെ നശിപ്പിച്ച സർക്കാരാണ്. കാരണം PSCയെ നോക്കുകൂത്തിയാക്കി. കണ്ട കത്തിക്കൂത്ത് കേസിലെ പ്രതികൾക്ക് വരെ PSCയുടെ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്ത് പോലീസ് PSC റാങ്ക് ലിസ്റ്റിൽ കയറ്റിയ ഒരു സർക്കാരാണ്. ഇത് കാണുന്ന ചെറുപ്പക്കാരൊക്കെ ഈ സർക്കാരിൻ്റെ എതിരായിട്ട് വോട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അഴിമതി കൊണ്ട് മൂടിയ സർക്കാരാണ്. SNC ലാവ്ലിൻ കേസും മാസപ്പടി കേസും മകനെതിരെയുള്ള ED കേസും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഴിമതി ആരോപണം നേരിടുന്ന സർക്കാരാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം മല നട്ടു, കാട് കട്ടു, റോഡ് കട്ടു, തോട് കട്ടു, എല്ലാം കട്ട് കഴിഞ്ഞപ്പോൾ അവസാനം സാക്ഷാൽ ശബരിമല അയ്യപ്പനെ തന്നെ കട്ടെടുത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്ത വാസുവിനെയും പത്മകുമാറിനെയും ഇപ്പോഴും താലോലിക്കുന്ന സമീപനം നടത്തുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതും മാത്രമല്ല, ഏറ്റവും അവസാനമായി ഇവിടെ RSSന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ ഇന്ത്യ രാജ്യത്ത് ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയമാക്കപ്പെടാത്ത ഒരേ ഒരു BJP ഇതര നേതാവേ ഉള്ളൂ. ആ നേതാവിന്റെ പേര് പിണറായി വിജയനും കുടുംബവും എന്നാണെങ്കിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ്, അയാൾ RSSന്റെ ഏജന്റ് ആണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഇതിനെതിരെയുള്ള, അതായത് ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട്. ശരി, ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ നിങ്ങൾക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടിയതിനു ശേഷം, നിങ്ങൾക്ക് പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷമൊക്കെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടാൻ പോവുകയാണ്. നമുക്കറിയാവുന്നതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 അക്കം കടന്ന നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശത്തിലും പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? മാധു, അത് ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ്, ഞങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്ക്, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുന്ന പാർട്ടി ഏതാണ്? ഓരോ ദിവസവും എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ സ്വന്തം ചിഹ്നത്തിൽ നിർത്തുന്ന BJPയുടെ ആണ്. കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നും അല്ല. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ 20,000-ഓളം അടുത്ത് 19,871 സ്ഥാനാർത്ഥികൾ BJPയുടെ ആണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിൽ മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? കഴിഞ്ഞ 2020 അതിൽ അതിനു മുമ്പോ ഒക്കെ ഉള്ള ചർച്ചകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ വരെ, അതായത് മാധ്യമങ്ങൾ വരുന്ന വലിയൊരു സ്പേസ് കിട്ടുന്നു. ജനങ്ങൾ ഞങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് വിസിബിൾ ആണ്. അതായത് ജനങ്ങൾ BJP, എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്. അത് പരിഹരിക്കാം ശ്യാംരാജ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മറ്റു മുന്നണികൾ കുറച്ചുകൂടി വിപുലമായതുകൊണ്ടാണ് കേട്ടോ. അല്ല, ആയിക്കോട്ടെ, അതായിക്കോട്ടെ. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ എന്താണ്? ഞങ്ങൾ 20,000 വരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കുതിച്ചുചാട്ടമാണ്. കഴിഞ്ഞ തവണ 17,000-ഓളം വരുന്ന സ്ഥാനാർത്ഥികളെ NDA നിർത്തിയുള്ള ഇത്തവണ 21,500 ആയിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച, ഒരു പ്രസ്ഥാനത്തിന്റെ സാധ്യത, പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ വളർച്ചയാണല്ലോ. അത് വിസിബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തുന്നു, അത് വിസിബിൾ ആണത്.
അത് അവരുടെ മുന്നണി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ഞങ്ങളുടെ വളർച്ച മുൻകാലത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് വിസിബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. രണ്ടാമതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനകത്ത് രാജ്യത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരാണ്. അങ്ങനെ വലിയൊരു വിഭാഗത്തിൽ വരുന്ന ജനങ്ങൾ നമ്മളിലേക്ക് BJP-യിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പൊ രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അതായത് ഒരു പൈസ 100 പൈസ താഴെത്തട്ടിലേക്ക് വികസനത്തിന് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിൽ 85 പൈസയും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും കേസിലേക്ക് പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് 15 പൈസ മാത്രമാണ്, 15% മാത്രമാണ് വികസനത്തിലേക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളതെങ്കിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ BJP-യുടെ സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, മറ്റ് സ്കീമുകളായിക്കോട്ടെ 100% വരുന്ന വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആ തുക എന്ന് പറയുന്നത് നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ, ദേശീയപാത അടക്കമുള്ള മാറ്റങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ BJP-യിലേക്ക് ആളുകൾ വന്ന് കയറിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ സംഘടനാപരമായിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാ തവണ ഞങ്ങളുടെ ഒരു വളർച്ച കൂടി അതിനൊരു കാരണമാണ്. കേരളത്തിലെ ഞങ്ങളുടെ വളർച്ച എന്ന് പറയുന്നതും വിസിബിളാണ്. അപ്പോൾ ഞങ്ങളിവിടെ BJP-യുടെ കാലഘട്ടത്തിൽ അത് 80-കളിൽ 2-3% മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ 20% മേലെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് അടിക്കടിയായിട്ടുള്ള ഞങ്ങളുടെ വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഞങ്ങൾ നേരത്തെ കഴിഞ്ഞില്ല നേരത്തെ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു ഒറ്റയ്ക്ക് മിനിറ്റ് തരണം. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു ഉത്തരം പറയാതെ പോകാൻ വേണ്ടി പാടില്ല. ഉയർന്ന കൂലി ലഭിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷം കൊണ്ടാവട്ടെ, ഉയർന്ന കൂലി ലഭിക്കുന്നതോടൊപ്പം തന്നെ ഉയർന്ന പണം ഇവിടുത്തെ അവശ്യ വസ്തുക്കൾക്കും കൊടുക്കേണ്ടതും കേരളത്തിൽ തന്നെയാണെന്നേ. ഇപ്പൊ 500 ഓണക്കാലത്ത് 500 രൂപയിലായിരുന്നു 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് വില. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലുള്ള സംസ്ഥാനമായിട്ട് കേരളത്തിൽ ഇവർ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും വീട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഇടുക്കിയിൽ, എൻ്റെ നാട്ടിലിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ശ്രീ അനിൽകുമാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത വീടുകളുടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എൻ്റെ കൂടെ വാ. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് വീടുകൾ പൂർത്തീകരിച്ചു, വെറുതെ ഇരുന്നിട്ട് ആശുപത്രികളിൽ വലിയ മാറ്റം ഉണ്ടായെന്ന് പറയാൻ വേണ്ടി പാടില്ല. ഈ പറയുന്ന അനിൽകുമാർ പറഞ്ഞിട്ടുള്ള കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആശുപത്രിയിൽ ഒരമ്മ ആശുപത്രിയുടെ ഭിത്തി ഇടിഞ്ഞു വീണ് മരിച്ചത് ഇതേ കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ ഒരു സ്ത്രീയുടെ വയറ്റിൽ സർജറിക്ക് ശേഷം കത്രിക അടക്കമുള്ള സർജറി ചെയ്യുന്ന വസ്തുക്കൾ വെച്ചിട്ട് തുന്നിക്കെട്ടി വെച്ച് പറഞ്ഞു പോയത് ഇതേ കേരളത്തിലെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ഒരു യുവതി മാനഭംഗം പീഡിപ്പിക്കപ്പെടാനുള്ള ശ്രമം. നമ്മൾ അവകാശവാദങ്ങളും ആരോപണങ്ങളുമാണ് 3 മുന്നണികളുടെയും 3 പാർട്ടികളുടെയും പ്രതിനിധികളിൽ നിന്ന് കേട്ടത്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോ സ്വാഭാവികമാണ് ഒരു കൊട്ടിക്കലാശത്തിന്റെ ദിവസം രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റൊരു വലിയ രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നടത്തിയ പരാമർശങ്ങൾ അടക്കമുള്ളവയാണ്. കേരളത്തിന്റെ ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഈ സമയത്തൊക്കെ സാമുദായിക രാഷ്ട്രീയം അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനും അതിൽ നിന്ന് മോചനമില്ല. അല്ല, അത് തീർച്ചയായിട്ടും അതൊരു കാലികമായ ഒരു പ്രസക്തിയുള്ള വിഷയം എന്ന നിലയ്ക്കാണ് ജമാഅത്തെ ഇസ്ലാമി CPM ശക്തമായിട്ട് എതിർക്കുന്നു. കോൺഗ്രസ്, ലീഗ് അതുമായിട്ട് കൂട്ടുകൂടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയം. അതിൻ്റെ നേട്ടങ്ങൾ UDF-ന് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലെ അല്ല തദ്ദേശം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്ഥാനാർത്ഥികൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അതാണ് VD സതീശനും ഒക്കെ മുൻകൂട്ടി കാണുന്ന ഒരു കാര്യം രാഷ്ട്രീയമായിട്ട്. അതിനെ ഒരു ഹിന്ദു വേവ് കൊണ്ട് മറികടക്കാം എന്നായിരിക്കാം പിണറായി വിജയൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് അത്ര പെട്ടെന്ന് പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ CPM ബന്ധം എന്നത് വലിയ തോതിൽ ചർച്ചയാക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ടോ? UDF-ന് അത് സാധിച്ചു. പക്ഷേ UDF-ന്റെ പ്രശ്നം UDF-ന്റെ ഈ ദിവസങ്ങൾ അപ്പാടെ കൊണ്ടുപോയി അതങ്ങ് കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ചുകൊണ്ട് പോയി. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട BJP നേതാവ് എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള പൊരിഞ്ഞ മത്സരം തന്നെയാണ്, സംശയമൊന്നുമില്ല. BJP ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തിരിക്കുക, മാധവും ഞാനും തിരുവനന്തപുരത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തിരിക്കുമ്പോൾ നമുക്കറിയാം BJP കൊണ്ടുവന്നിരുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചടക്കും എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ഒരു വലിയ പ്രകടനം, ഒരു ഷോ ഓഫോട് കൂടിയാണ് അവർ മുന്നോട്ട് വന്നത്. പിന്നെ പ്രത്യേകിച്ച് പുതിയ പ്രസിഡന്റ് വരുന്നു. ആ പ്രസിഡന്റ്
മലയാളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം കേന്ദ്രമാക്കി ഇവിടെ തന്നെ താമസിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന് ഒരു പുതുമ കൊണ്ടുവരാൻ, ഒരു പുതിയ അവകാശവാദങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നു. പക്ഷേ അതെത്ര കണ്ട് നമുക്ക് കാണാം. നമുക്കൊരു അവകാശവാദമൊന്നും പറയണ്ട. പക്ഷേ തിരുവനന്തപുരത്ത് പോലും കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയ സീറ്റ് അറിയാമല്ലോ മാധു, 9 സീറ്റ്. അബിൻ വർക്കി 9 സീറ്റാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് കിട്ടിയത് കഴിഞ്ഞ തവണ. ഇത്തവണ ശബരി അതൊക്കെ മുന്നിൽ നിൽപ്പുണ്ട്, വലിയ പ്രകടനം ഉണ്ടാക്കി. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അങ്ങോട്ട് കഴിയുന്ന ഘട്ടത്തിൽ ശബരിക്ക് എത്ര കണ്ടൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. നമ്മൾ നോക്കുമ്പോൾ ശബരിയൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്താണ്. ആ നിലയ്ക്ക് ശബരിയെ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ശബരിയിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കാണും? ഞാൻ പറയുന്നത് ഇപ്പോഴും BJPയുടെ വോട്ട് എത്ര കണ്ട് കുറയും, അതാർക്കാണ് പ്രയോജനം ചെയ്യുക എന്നുള്ളതാണ്. അത് CPM-നാണോ കോൺഗ്രസിനാണോ പ്രയോജനം ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ പ്രശ്നം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ ഇന്ന് BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായ ശ്രീലേഖ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറിയാമല്ലോ അവരുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുകയാണ്, ഒരു മുൻ മേയർ അല്ലെങ്കിൽ ഒരു മേയർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്ത സാഹചര്യമാണ്. വീട്ടിലിരുന്നാൽ മതിയെന്ന് പാർട്ടി പറഞ്ഞ സാഹചര്യമാണ്. പുറത്തിറങ്ങിയാൽ ജനം വോട്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ VK പ്രസാദ് ഇവിടെ മേയറായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ജനകീയത ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മത്സര രംഗത്തില്ല, പ്രചാരണ രംഗത്തില്ല, പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന വിമർശനം ഉന്നയിക്കുകയാണ് BJP. തിരുവനന്തപുരത്ത് ആ തരത്തിൽ ഒരു മുന്നേറ്റം BJPക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വലിയ തോതിൽ പിന്നോട്ടടിക്കുമോ? അല്ല, ആര്യ രാജേന്ദ്രൻ മേയറായ കാലം തൊട്ട് എത്രയേറെ നുണകളെ അതിജീവിച്ചൊരു മേയറാണ്. BJPക്കാർ എത്ര നാൾ വളഞ്ഞിട്ട് ആക്രമിച്ചു ആ പാവപ്പെട്ട കുട്ടിയെ. സംഘത്തിലൂടെ വന്ന ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സഖാവിനെ അവർ നേതാവായി മാറി, ഏറ്റവും മികച്ച മേയറായി ആ സ്ഥാപനത്തെ ഏറ്റവും മികവാർന്ന നിലയിൽ നയിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ മുഖ്യമന്ത്രിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആദ്യം പങ്കെടുത്തത്. അതിൽ മേയർ ഉണ്ടായതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ BJPക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷൻ പ്രവർത്തനമല്ലല്ലോ ഞങ്ങൾ നടത്തുക. അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആ രീതിയില്ല. ചുമതല ഏറ്റെടുത്താൽ അവിടെ പ്രവർത്തിക്കലാണ് ഞങ്ങളുടെ രീതി. അത് എല്ലാവർക്കും ബാധകമാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇവിടെ BJPയുടെ പ്രവൃത്തി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യത്തിൽ അവരോട് പറയുകയാണ്. അവരിപ്പോൾ സീറ്റ് കൂടുതൽ മത്സരിച്ചു, അവകാശവാദം ശരിയാണ്. പക്ഷേ സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ കെട്ടിവെച്ച കാശ് കൊടുക്കുന്ന പാർട്ടിയുടെ പേരും BJP ആയിരിക്കും. ഇതിനിടയ്ക്കൊരു കാര്യമുണ്ടായി. BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി NDA തീർന്നു. CK ജാനു എവിടെ പോയി? ഇപ്പം നിങ്ങളുടെ കൂടി ഉണ്ടോ? പഴയ സുരേന്ദ്രൻ കൊണ്ടുകിടന്ന് 25 ലക്ഷം രൂപ കൊടുക്കാൻ കൊണ്ടുകിടന്ന ഒരു കഥയുണ്ടല്ലോ, കോഴക്കേസ്. ഇപ്പം ജാനു എവിടെ പോയി? പിന്നെ BDJS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ BDJSന് നിങ്ങൾ മത്സരിക്കാൻ കൊടുത്ത സീറ്റിൻ്റെ പകുതി പോലും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ എണ്ണം ഒന്ന് വ്യക്തമാക്കാമോ? നിങ്ങളിപ്പോൾ ഒരു 48,000 28,000 ഒക്കെ പറഞ്ഞു. ശരി, BDJSന് കേരളത്തിൽ എത്ര സീറ്റുണ്ട്? കാര്യത്തോടെടുക്കുമ്പോൾ പിന്നോക്ക ജനവിഭാഗങ്ങളോട് വരേണ്യഭാവം കാണിക്കുന്ന BJPയെ കണ്ടു എന്ന് BDJSകാർ പറയാൻ തുടങ്ങി. അതുകൊണ്ട് NDA പൊളിഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ നിലവാരം വില കുറഞ്ഞു. എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ അബിൻ വർക്കിയെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ, എടാ വിജയ എന്ന് വിളിക്കുന്നൊരു അയാളുടെ പേര് ഞാൻ മറന്നുപോയി, പേര് കേരളത്തിലില്ലല്ലോ, ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചില്ലല്ലോ അബിൻ വർക്കി എന്നുള്ളതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പേര് പോലും എൻ്റെ നാക്കിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രത്തോളം മ്ലേച്ഛമല്ലേ, അപമാനമല്ലേ? ഞാൻ പറയില്ല, അത്ര മ്ലേച്ഛമാണ്. നമ്മുടെ നാട് കാണാത്ത വിധം ഇതുപോലെ സ്ത്രീ വിരോധിയായ സ്ത്രീകളെ വേട്ടയാടുന്ന ഒരാളുണ്ടോ? അതുപോട്ടെ, ഞാൻ പറയുന്നത് ഇവിടെ 62 ലക്ഷം വീടുകളിൽ 2,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന പിണറായി വിജയനെ വെറുക്കണോ? ഞാൻ വെറുക്കണോ? അതുകൊണ്ട് NN പിള്ള ആ സിനിമയിൽ ചോദിക്കുന്നുണ്ടല്ലോ, 62 ലക്ഷം വീടുകൾ പെൻഷൻ കൊടുത്ത ആ പിണറായി വിജയനെ മറക്കണോ? ഞാൻ മറക്കണോ? NN പിള്ള ചോദിക്കണ ചോദ്യമുണ്ടല്ലോ. 35 ലക്ഷം വനിതകൾക്കാണ് 1000 രൂപ വെച്ച് വീട്ടമ്മമാർക്കൊരു പദ്ധതി നവംബർ 1 ആരംഭിച്ചിട്ടുണ്ട്. അത് പിണറായി പറഞ്ഞാൽ കിട്ടുമെന്ന് അറിയാവുന്ന വീട്ടമ്മമാർക്ക് അത് മുടക്കാൻ വേണ്ടി വോട്ട് വാങ്ങിക്കണം.
നിങ്ങൾ UDFകാരോട് പറയുകയാണ് കണക്ട് വർക്ക് എന്നൊരു പദ്ധതി. ഞങ്ങൾ വെറുതെ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ല കേട്ടോ. ആ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ വിജ്ഞാന കേരളം പദ്ധതി ഉണ്ടാക്കി. വിജ്ഞാന പത്തനംതിട്ട തൊഴിൽമേളകളൊക്കെ നടത്തി. അതിൻ്റെ കേരള എക്സ്റ്റൻഷനാണ്. കേരളത്തിൽ ഇപ്പോൾ ജനന നിരക്ക് കുറവാണ്. 5.5 ലക്ഷം കുട്ടികൾ ജനിച്ചിരുന്ന കേരളത്തിൽ 3.25 ലക്ഷം കുട്ടികളെ ഒരു വർഷം ജനിക്കുന്നുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം പണി വാങ്ങിച്ചു കൊടുക്കുക. അതിനാണ് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി കണക്ട് വർക്ക് പദ്ധതി. 1000 രൂപ വെച്ചവർക്ക് ഇപ്പോൾ ഒരു അലവൻസ് കൊടുത്തവരെ ഒരു നൈപുണ്യ കോഴ്സ് പഠിപ്പിക്കുക. സർക്കാർ അവരോട് പറയുന്നത് അമ്മമാരും അച്ഛന്മാരുടെയും പൈസ കൊണ്ട് ഏജന്റുമാർക്ക് കൊടുത്ത് വിദേശത്ത് പോകുന്ന തട്ടിപ്പിനിരയാകണ്ട, സർക്കാർ നേതൃത്വം കൊടുക്കും. ഇതൊക്കെ നടപ്പാക്കുന്ന ഒരു സർക്കാർ. പിന്നെ ഇവിടെ എന്താ പറഞ്ഞ വീടിൻ്റെ കാര്യം, 6 ലക്ഷം പേരുടെ വീടുകൾക്കാണ് അലവൻസ് ആയിരിക്കുന്നത്, പണമായിരിക്കുന്നത്. പണി തീർന്നതിൻ്റെ എണ്ണം 4.38 എന്നാണ് സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 4.78 മാർച്ച് 31 ആകുമ്പോൾ 6 ലക്ഷം ആകുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 2.94 3 ലക്ഷം പേർക്കൂടെ വീട് വെച്ച് കൊടുത്താൽ മതി, എല്ലാവർക്കും വീടാവും, ആരും വഴി കിടക്കേണ്ടി വരികയില്ല. ഇത് ഞങ്ങളുടെ കോൺഫിഡൻസാണ്. അതിദാരിദ്ര്യമുക്ത കേരളം ലോകത്തെ പലരും പഠിക്കാൻ നോക്കുകയാണ്. 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ദാരിദ്ര്യമുക്ത കേരളത്തിലാണ് നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. പിന്നെ വിലക്കയറ്റം ഉണ്ടോ? സപ്ലൈക്കോ ഉണ്ട്. അല്ല, ഒരു വാക്കൂടെ പറയാം, സപ്ലൈക്കോ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ ഓണം സപ്ലൈക്കോ തൂക്കിയെന്ന് പറഞ്ഞു. ഇപ്പം സപ്ലൈക്കോയിൽ എന്താ, നിങ്ങൾ പോയി നോക്കൂ. വനിതകൾ അവിടെ ചെന്നാൽ 5% പണം കുറവാണ്. ഏത് വനിത എന്ന് സാധനം വാങ്ങിച്ചാലും സപ്ലൈക്കോയിൽ 5% കുറവായിരിക്കും. പല ഓഫറുകളും അവിടെ ഉണ്ട്, നിറയെ സാധനങ്ങൾ അവിടെ ഉണ്ട്. ശബരി ഉൽപ്പന്നങ്ങളവിടെ പോയി നോക്കൂ. ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ ഡോളറിൻ്റെ വില ഇങ്ങനെ രൂപയായിട്ട് 90ലേക്ക് കൂപ്പുകുത്തുകയും നമ്മുടെ നാണയവിലയൊക്കെ ഇങ്ങനെ തകർന്നു പോവുകയും ചെയ്യുമ്പോൾ കേരളം മാത്രം അത് അതിജീവിക്കുമോ? ഈ എണ്ണ മുഴുവൻ, ഇപ്പോൾ വെളിച്ചെണ്ണ മുഴുവൻ കർണാടകവും തമിഴ്നാടും ഒക്കെ കൂടിയല്ലേ ഇവിടെ വരണത്, കേരളം മാത്രമാണോ? നമ്മൾ ഒരു കാര്യം പിന്നെ എന്താ കുറേ പറഞ്ഞല്ലോ, കറണ്ട് ചാർജ് കൂട്ടിയോ? ഈ മാസം കറണ്ട് ചാർജ് കുറച്ചപ്പാ. അത് ഞങ്ങളാരും കുറച്ചല്ല, കമ്മീഷൻ്റെ ഉത്തരവാണ്. കാരണം ആ സർചാർജിൽ കുറവ് വന്നപ്പോൾ ഇപ്പോൾ കറണ്ട് ചാർജ് 6-7 പൈസ കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കറണ്ട് ചാർജുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. വേറെ വല്ല സ്റ്റേറ്റും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ എല്ലാം എൻ്റെ ഒത്തിരി കഥ പറഞ്ഞു, ഞാൻ അതിൻ്റെ പിന്നിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അഴിമതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വാക്കൂടെ എനിക്ക് ഒറ്റ വാക്ക് മതി. അഴിമതിയുടെ കാര്യമാണ് പറയുന്നത്. AE ക്യാമറ കേസിനകത്ത് സതീശൻ ജയിച്ചോ തോറ്റോ? K-ഫോൺ കേസിനകത്ത് സതീശൻ ജയിച്ചോ തോറ്റോ? മാസപ്പടി കേസിനകത്ത് കുഴൽനാടൻ ജയിച്ചോ തോറ്റോ? ഞങ്ങൾ ജയിച്ചവരാണ്. ഞങ്ങൾ ജയിച്ചവരായതുകൊണ്ടാണ് ഇടിക്ക് വരാൻ പറ്റുന്നത്. ഇടതുപക്ഷം അഴിമതിയുടെ പേരിൽ ഇതുവരെ കൊണ്ടുവന്നിരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. യു-ടേൺ അടിച്ച കഥ, 10-18 അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിന് യു-ടേൺ അടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. പക്ഷേ ഇതൊന്നും നിയമപരമായി യാതൊരു തരത്തിലും സർക്കാരിനെ തൊട്ടുമുട്ടിയിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് CPM-ന്റെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല തുടർ മാധ്യമ സമ്മേളനങ്ങൾ നടത്തുകയും ആ വിവാദം അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് CPM അതിനെ പ്രതിരോധിച്ചത് വിശക്കുന്നുണ്ടോ, ഭക്ഷണം കഴിച്ചോ എന്ന മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം ആയിട്ടാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാർ വന്നാൽ ഈ പദ്ധതി ഇല്ലാതാക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞു, പക്ഷെ ഞങ്ങൾ വീട് കൊടുത്തു എന്നുള്ളതായിരുന്നു ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി PM ശ്രീയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് വിചാരിച്ചൊരു വാർത്താ സമ്മേളനത്തിലാണ് അനിതരസാധാരണമായ വിധത്തിൽ വലിയ ജനകീയ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഞാൻ വളരെ പേഴ്സണലായി കൂടി പറയുന്നൊരു കാര്യമാണ്, അന്ന് PM ശ്രീ വിവാദം കൊടികയറി നിൽക്കുന്ന സമയമാണ്. പ്രഖ്യാപനങ്ങളുടെ, ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു വലിയ പരമ്പരയുണ്ടാവുകയാണ്. ശേഷം എങ്ങനെയാണ് PM ശ്രീ എന്ന് പറയുന്ന ഒരു വലിയ വിവാദമാണ്, വളരെ കാമ്പും കഴമ്പുമുള്ളൊരു വിവാദമാണ്, തുടർച്ചയായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അത്രയും പ്രഖ്യാപനങ്ങളുടെ പിന്നാലെയാണ് ആ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു ആശങ്ക, അല്ലെങ്കിൽ എങ്ങനെ അത് ചോദിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതീതി പോലും നിലനിന്നിരുന്നു ആ ദിവസം. ആ നിലയ്ക്കാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ വിവാദങ്ങൾ തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുമ്പോൾ ഒന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. കാരണം അദ്ദേഹം വിലക്കയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന്, കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളതെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കണക്കും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് തർക്കിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടാക്കിയ സർക്കാരാണ് ഇതെന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്നും ജനങ്ങൾ മറക്കില്ല എന്നുള്ളത് ശ്രീ അനിൽകുമാർ ഓർക്കുക. ജനങ്ങൾ അതുകൊണ്ട് നിങ്ങളെ വെറുക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. രണ്ട്, നിങ്ങൾ പറഞ്ഞ അഴിമതിയുടെ കാര്യം. ഇപ്പോൾ അഴിമതി ഇപ്പം 47ാമത്തെ തവണയാണ് SNC ലാവ്ലിൻ കേസ് CBI കോടതി പരിഗണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 46 തവണയും CBIയുടെ വക്കീലിന് പനിയായിരുന്നു.
ഒരു സംശയം വേണ്ട, 47ാമത്തെ തവണയും CBI വക്കീലിന് പനിയായിരിക്കും. ആ പനി പിടിക്കുന്നതിൻ്റെ കാരണം ഓരോ പ്രാവശ്യം മാറ്റി വെക്കുമ്പോഴും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെയും നിർമ്മലാ സീതാരാമനെയും കണ്ട് കാല് പിടിക്കുന്നതുകൊണ്ടാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാരും മറന്നിട്ടില്ല, അത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സർക്കാരിനെ വെറുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2 മാസപ്പടി കേസിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ജയിച്ചു എന്ന് പറയുന്നത്? ആ കേസ് ഇപ്പോഴും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോടതിയിൽ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ജഡ്ജിക്ക് പനിയായിരുന്നു. ആ ജഡ്ജിക്ക് പനി പിടിച്ചതിൻ്റെ പിന്നിലും ഇതൊക്കെ തന്നെയാണ് കാരണം. 3, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED നോട്ടീസ് വന്നു. നോട്ടീസ് വന്നു എന്ന് നിങ്ങളുടെ കേന്ദ്ര സെക്രട്ടറി തന്നെ സമ്മതിച്ചതാണ്. പക്ഷെ അയാൾ അതിനകത്ത് ഹാജരായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതേവരെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരൊറ്റ തവണ പോലും ചോദ്യം ചെയ്യാത്ത ഒരേ ഒരു BJP ഇതര നേതാവേ ഉള്ളൂ ഈ രാജ്യത്ത്. ആ നേതാവിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേതാവ് RSSന്റെ ഏജന്റ് ആണെന്ന് കേരളം മറക്കുന്നില്ല, അത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കേരളം വെറുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ PM ശ്രീ പദ്ധതിയിൽ ഞങ്ങളല്ലല്ലോ മുദ്രാവാക്യം വിളിച്ചത്. ഞങ്ങൾ ASFകാരൻ എന്താ മുദ്രാവാക്യം വിളിച്ചേ? വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി സംഘിക്കുട്ടി ശിവൻകുട്ടി രാജിവെക്കൂ, പുറത്തു പോകൂ എന്നാണ് ASFകാരൻ മുദ്രാവാക്യം വിളിച്ചത്. CPIക്കാരൻ SFIക്കാരോട് പറഞ്ഞത് എന്താ? SFIക്കാരാ സമരം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം മുണ്ട് മടക്കി കുത്തുമ്പോൾ അടിയിലുള്ള കാവി കളസം ജനം കാണാതെ നോക്കണമെന്നാണ് പറഞ്ഞത്. ഇതൊന്നും ഞങ്ങളല്ല പറഞ്ഞത്, ഇപ്പോഴും തോളിൽ കൈയിട്ടിരിക്കുന്ന ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്കാരാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും BJPയുമായിട്ടുള്ള അന്തർധാര ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് കാരണമാണ് നിങ്ങളുടെ അഴിമതി കേസുകളൊന്നും പുറത്തു വരാത്തതെന്നും ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞേ? 2021 പ്രകടന പത്രികയിലാണ് പറഞ്ഞേ. അത് എപ്പോഴാണ് 2000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്നത്? 2025 അവസാനമാണ്. ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ 4 മാസം ഉള്ളപ്പോഴാണോ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്? അതുമാത്രമല്ല, പെൻഷൻ തുക വർദ്ധിപ്പിക്കാതെ തന്നെ ഉണ്ടായിരുന്നത് കൊടുത്തിട്ടില്ലാത്ത ഒരു സർക്കാരാണ് എന്നുള്ളത് കേരളത്തിന് മുഴുവൻ അറിയാവുന്നതല്ലേ. 6 മാസത്തിൽ കൂടുതൽ പെൻഷൻ മുടക്കിയ സർക്കാരാണ്. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 1.5 കൊല്ലമായിട്ട് മുടക്കിയ ഒരു സർക്കാർ. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ ചെയ്തികൾ മറക്കുമെന്നോർത്താണോ നിങ്ങൾ ഓർക്കുന്നത്? അതുകൊണ്ട് NN പിള്ളയെ ഞാൻ ഇപ്പോഴും ഓർത്തിട്ട് പറയണം, മറക്കണോ? ഒരു കാരണവശാലും മറക്കില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ ഓർത്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ വെറുക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും എന്നുള്ളത് പറയാൻ കാരണം. പിന്നെ അതുമാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഓരോ കാര്യങ്ങൾ അതിനകത്തൊക്കെ എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഇത് ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിവാദങ്ങളും തകർച്ചയും ഉണ്ടാക്കിയ മറ്റൊരു സർക്കാർ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, ഏതാണ്ട് വിജ്ഞാൻ പത്തനംതിട്ടയോ അല്ലെങ്കിൽ വിജ്ഞാൻ കേരള എന്നൊക്കെ പറഞ്ഞില്ലേ? പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാർ, എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് ദിനം പ്രതി കുട്ടികളെല്ലാവരും വിദേശത്തേട്ട് പഠിക്കാൻ പോകുന്നത്? ആ വിദേശത്തേട്ട് പഠിക്കാൻ പോകുന്നത് വിദേശ സർവകലാശാലകളുടെ ഗുണനിലവാരം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 2002 സ്വാശ്രയ കോളേജ് തുടങ്ങി. സ്വാശ്രയ കോളേജ് തുടങ്ങിയപ്പോൾ നിങ്ങളത് മുടക്കാൻ നിന്നു. നിങ്ങൾ എങ്ങനെയാണ് മുടക്കാൻ നിന്നത്? പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും സമസ്ത കേരള നായന്മാർക്കും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുലയട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തു. ആ സമരം ചെയ്ത് 5 കൊല്ലം സമരം ചെയ്തതിനിടയിൽ തന്നെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് പഠിക്കാൻ പോയത്. അതും മാത്രമല്ല, നിങ്ങൾ 2006 അങ്ങനെ സമരം ചെയ്തതിന്റെ ഫലമായി ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകൾ കൊടുത്തത് നിങ്ങളുടെ സർക്കാരായിരുന്നു. 2015 ഈ മൈഗ്രേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രീ TP ശ്രീനിവാസനെ അസൈൻമെന്റ് കൊടുത്ത് വിദേശ സർവകലാശാലകളുമായി ഒരു ബന്ധം സ്ഥാപിച്ച് അവരുടെ സേവനം ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അന്ന് SFI ചെയ്തത് എന്താ? ഈ TP ശ്രീനിവാസൻ സാർ ഉള്ള സ്ഥലത്ത് പോയി അയാളുടെ ചെകിട്ട് അടിച്ചു പൊട്ടിച്ച SFI ഇന്നിപ്പോ വിദേശ സർവകലാശാലകളുമായി ചെങ്ങാത്തം കൂടാൻ വേണ്ടി പുറകെ നടക്കുകയാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്ത ചെയ്തികളുടെ ഫലമാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്യാംരാജ്, ഇപ്പോ പാലക്കാടും പന്തളവുമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്ന 2 ഇടങ്ങൾ. അപ്പോ ഈ 2 മാതൃകകൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, പലയിടങ്ങളിൽ CPM ഉന്നയിക്കുന്നുണ്ട്. മുൻപാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ആണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ഏറ്റവും മികച്ചതാകാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ പാലക്കാട്ടും പന്തളത്തും നിങ്ങൾ അത് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ചത് നിങ്ങളുടെ 2 മാതൃകകളാണോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ പന്തളം നഗരസഭ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് LDFന്റെ പ്രഖ്യാപിതമായ വെല്ലുവിളി. എന്താണ് മറുപടി? LDF അങ്ങനെ വെല്ലുവിളിക്കട്ടെ മാധു, അവർക്ക് വെല്ലുവിളിക്കാനല്ല മറ്റൊന്നും പറ്റില്ല. ഇത് പന്തളവും പാലക്കാട് മാത്രമൊന്നുമല്ല, ഇനി എത്ര നഗരസഭ ഞങ്ങൾ പിടിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ കണ്ടു. അത് ഞങ്ങളുടെ പാലക്കാട് നഗരസഭ അടക്കമുള്ള നഗരസഭകളോട് ഞങ്ങളുടെ മോഡലുകൾ തന്നെയാണ്. എന്താ സംശയിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ എത്രയോ കോടികളുടെ പദ്ധതികൾ ഞങ്ങളവിടെ നടപ്പാക്കി കഴിഞ്ഞു.
അപ്പോൾ അതിലൊന്നും ഒരു സംശയം വേണ്ട. ഇവിടെ നോക്കൂ, ഇപ്പൊ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന പ്രവർത്തനങ്ങളോട് ഞങ്ങൾ പോയി കഴിഞ്ഞു. അതിനകത്ത് ഇടതുപക്ഷത്തിന് പലതും പറയാം. അവര് അതിനകത്ത് എനിക്ക് ഇപ്പൊ ചർച്ചയിൽ ഒരു തിരിഞ്ഞു വന്ന ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്, BJPയുടെ വോട്ട് കുറയുന്നത് കൊണ്ട് LDFന് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാലത്തും മാധ്യമങ്ങളുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരുടെയോ ഒന്ന് തലോടലേറ്റിട്ടല്ല ഞങ്ങൾ വളർന്നത്. ഞങ്ങൾക്ക് 2015 ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ 10%. 2021 11.3. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏകദേശം 20% വോട്ട് കിട്ടി. ഇനി കേരളത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചത് എങ്ങനെയാ? കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രം പോരായിരുന്നേ. കേരളത്തിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമായിരുന്നു. ഈ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വശത്തും മറുവശത്ത് തീവ്ര ഇസ്ലാമിക സംഘടനയുടെയും ആക്രമണത്തിൽ നിന്ന് പിടിച്ചു നിൽക്കണമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം. ആ പിടിച്ചു നിന്നതിന് ശേഷമാണ് ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ വേണ്ടി തുടങ്ങിയത്. ഇന്ന് ആ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു MP ഉണ്ടായിരിക്കുകയാണ്, 20% വോട്ട് ഉണ്ടായിരിക്കുകയാണ്. CPIക്കുള്ളത് 17%, 8.5% വോട്ടാണ്. അപ്പൊ അതിൽ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് നേടിക്കണം. പിന്നെ കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ഇപ്പോഴും കുറെ കൂടെ മുമ്പോട്ട് പോകാനുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ വേണമെങ്കിൽ സമ്മതിക്കാം. അതിലും BDJS അടക്കമുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം തന്നെയാണ് ഉള്ളത്. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞത് ശ്രീമതി CK ജാനുവോടൊപ്പം എന്നൊക്കെ ചോദിച്ചു. അത് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നണിപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിനകത്ത് അധസ്ഥിത വർഗ്ഗങ്ങളുമായിട്ടൊന്നും നിങ്ങൾ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ OR കേളു ഏട്ടന്റെ, അദ്ദേഹത്തിന് കേളു മന്ത്രിയുടെ കയ്യിൽ നിന്ന് എന്താ ഈ ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റിയത്? അദ്ദേഹത്തിന് അത് ഭരിച്ചാൽ അങ്ങോട്ട് കൊള്ളൂലേ? അത് അദ്ദേഹം ഭരിക്കാൻ വേണ്ടി പാടില്ലെന്ന് അനിൽകുമാറിന്റെ പാർട്ടി പറയുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ, അടിസ്ഥാന വർഗ്ഗങ്ങളുമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല, അത് മറ്റു തരത്തിലുള്ള മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി കേരളത്തിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വിഷയം എന്ന് വെച്ചു, കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരളത്തിലെ SC ST വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നില്ല എന്ന്. സ്കൂളുകളിൽ വലിയ ഡ്രോപ്പ് ഔട്ട് നടക്കുക. അപ്പോഴാണ് ഇവരോട് കിടന്ന് ഞങ്ങളുടെ മുന്നണിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം ഈ ഇടതുപക്ഷ സർക്കാർ കാണിക്കേണ്ടത് കേരളത്തിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് ഗ്രാന്റ് കൊടുക്കട്ടെ. ആ ഓവർക്കാൾ മന്ത്രിക്ക് പിടിച്ചിട്ട് മറ്റൊരു വകുപ്പ് കൂടെ കൊടുക്കട്ടെ. അത്തരത്തിൽ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം വർദ്ധിക്കട്ടെ. അവർക്ക് ലൈഫിലെ പുതിയ വീടുകൾ കൊടുക്കട്ടെ. മുഴുവൻ വീട് ഇല്ല പൂർത്തിയാക്കാതെ കിടക്കാണ്. ഒരു കാര്യം കൂടി, അതിദാരിദ്ര്യ വിമുക്ത കേരളം. ഏത് അതിദാരിദ്ര്യ വിമുക്ത കേരളം? ലോകം മുഴുവൻ പഠിക്കുകയാണ്, ശരിയാണ്. ഈ ലോകം പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? ടാർപോളിൻ വലിച്ചു കിട്ടിയ വീടുകൾ എന്ന് പറയുന്ന രൂപങ്ങളിൽ ഉള്ളവരെ പോലും പണക്കാരായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ മുമ്പിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ഇവരിതിന് ന്യായീകരണം പറഞ്ഞ് ദാരിദ്ര്യമുക്തം അതിദാരിദ്ര്യമുക്തം വേറെയാണെന്നൊക്കെ പറഞ്ഞാണ്. സംഭവം ഒരു ഇലക്ഷൻ വന്ന് മുന്നിൽ നിന്നപ്പോ ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്കുമായിട്ട് വന്നു. അപ്പൊ അതിനപ്പുറത്തേക്ക് അതിനകത്തും ഒരു കാര്യവുമില്ല. പിന്നെ ഇവിടെ UDF എന്താണ് കാണിക്കുന്നത്? കോൺഗ്രസ് പാർട്ടി എന്താണ് കാണിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അതിഭീകര സംഘടനകൾ ബംഗ്ലാദേശിന് ഈ വർഷം തന്നെയാണ് 100 കണക്കിന് വരുന്ന ഹിന്ദു കൂട്ടക്കൊലകൾ നടത്തിയ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ രൂപവുമായിട്ട് ഇവരിവിടെ ചങ്ങാത്തത്തിലാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഇരുകക്ഷികളും LDFും അതെ UDFും അതെ കേരളത്തിലെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലെ SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ അതല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേരളത്തിന്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇവർക്ക് ഈ കൂട്ടരുമായിട്ട് ചങ്ങാത്തം കൂടാൻ വേണ്ടി പറ്റുക? അപ്പൊ ഇത്തരത്തില് നാടിന്റെ വികസനത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാതെ രണ്ട് കൂട്ടരും ഇവിടെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം എടുക്ക്, അല്ലെങ്കിൽ 3 വർഷക്കാലം എടുത്തു. ഇവിടെ പ്രതിപക്ഷം സമരം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പറയുന്ന ഇവിടെ യഥാർത്ഥത്തിൽ ഒക്കച്ചങ്ങായിമാരായിരിക്കുക. കേവലമായിട്ട് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിലുള്ള ഒക്കച്ചങ്ങായിമാരായിരിക്കുക ഇന്ത്യ മുന്നണിയല്ലേ. ഈ പിണറായി വിജയനെതിരെ വേണ്ട രീതിയിൽ ഒരു മറുപടി പറയാൻ, ഒരു സ്റ്റേറ്റ്മെന്റ് വിടാൻ വേണ്ടി VD സതീശൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊരു വിഷയം നിങ്ങൾ എടുത്ത് നോക്ക്, ഏത് വിഷയങ്ങൾ വേണം നിങ്ങൾ എടുത്ത് നോക്കിയോ. അപ്പൊ അവരിവിടെ ബഡാഭായി ചോട്ടാഭായിയെ കളിച്ചിട്ട് ഈ ഒക്കച്ചങ്ങായിമാരെ നിന്നിട്ട് കേരളത്തിന്റെ വികസനത്തിനെ മുഴുവനായിട്ട് മുരടിപ്പിച്ച് കളഞ്ഞില്ലേ. ഒറ്റ കാര്യം ഞാൻ പറയാം, ഇവിടെ PM ശ്രീ പദ്ധതി കേരളത്തിലോട്ട് കൊണ്ടുവന്നു. എന്താണ്? ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ വീതം എടുത്തിട്ട് 5 കോടിയോളം വരുന്ന രൂപ ആ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കിട്ടുകയാണ്. ഇവിടെ പിണറായി വിജയന്റെ മക്കള്, ഈ രമേശ് ചെന്നിത്തലയുടെ മക്കള്, ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത് കേരളത്തിന് പുറത്തും കേരളത്തിന് അടുത്തുമായിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെന്നേ. എന്നെ പോലെ സാധാരണക്കാരെ പോലെ ഉള്ള ഈ പാർട്ടിക്ക്, കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരുടെ ഇവരുടെ പാർട്ടികൾക്ക് തന്നെ വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന ആളുകളുടെ മക്കൾ പഠിക്കേണ്ട സർക്കാർ സ്കൂളുകൾക്ക്, ആ സ്കൂളുകളിൽ വികസനം വേണ്ടെന്നാണ് LDFും UDFും പറഞ്ഞത്. ഒറ്റൊരുമിച്ചല്ലേ ഇവർ പറഞ്ഞത്.
ഒരുമിച്ച് പറയാണ് പ്രിയം ശ്രീ വേണ്ട, 5 കോടിയുടെ വികസനം വേണ്ട, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കണ്ട, അവരുടെ സ്പോർട്സിന് വികസനം വേണ്ട, അവർക്ക് വലിയ നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകൾ വേണ്ട, അവർക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് വേണ്ട എന്നല്ല ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിനെ പിന്നോട്ടടിക്കുന്ന കാര്യത്തിൽ ഇവർ ഒരുമിച്ചാണ്. ഇവര് നാട്ടിൽ അഴിമതി നടത്തുന്നത്. ശബരിമല വിഷയം എടുത്തോളൂ. ശബരിമല വിഷയത്തിൽ ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? മാധ്യമങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് UB ഗ്രൂപ്പ് കൊടുത്ത 5 കിലോഗ്രാം സ്വർണ്ണത്തെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ 30 വർഷത്തെ ശബരിമലയിൽ കഴിഞ്ഞ 30 വർഷത്തെ അഴിമതിയെ കുറിച്ചിട്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഇവിടെ നോക്ക്, ഇവിടെ ഈ പത്മകുമാറിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജയിലിലാകുമ്പോൾ മറുവശത്ത് VS ശിവകുമാറിനെ പോലുള്ള ആളുകളുടെ അനിയന്മാര് വിജിലൻസ് അന്വേഷണം നേരിടുന്നുണ്ടെന്നേ. അപ്പൊ ശബരിമലയിൽ അഴിമതി നടത്തിയ ആരൊക്കെയാണ്? LDF-ഉം UDF-ഉം ചേർന്നിട്ടാണ്. ശബരിമലയിലെ ദേവസ്വം കൈയാളിത് ആരൊക്കെയാണ്? LDF-ഉം UDF-ഉം ചേർന്നിട്ടാണ്. ഇവിടെ ഈ PM ശ്രീയെ എതിർക്കുന്ന ആരാണ്? LDF-ഉം UDF-ഉം ചേർന്നിട്ടാണ്. ഇവിടെ വിലക്കയറ്റം ഉണ്ടായത് എങ്ങനെയാണ്? ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒക്കച്ചങ്ങായിമാരായിട്ടുള്ള ഇരുവർക്കുമെതിരെ അതിശക്തമായിട്ടുള്ള ജനരോഷമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വിവാദങ്ങളുടെ വലിയ കേന്ദ്രമായിരുന്നു. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാഭാവികമായും വലിയ തോതിൽ ചർച്ചയാകും. കോൺഗ്രസിന്റെ വലിയൊരു ക്യാമ്പയിൻ തന്നെ അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്നുള്ളതാണ്. എല്ലാവരും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പങ്കുവെച്ച ഒന്ന്. അതിൽ പാർട്ടിക്കെതിരെ CPM-നെതിരെ അവർ ഉന്നയിക്കുന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് ഇപ്പോഴും N വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും സംഘടന നടപടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് ചർച്ചയാകാതെ പോകുമോ? അല്ല, അത് ചർച്ചയാവും. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് പോലെയുള്ള കടുത്ത രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ്. ശബരിമല വിഷയം ഒരു വിഷയം തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ, യാതൊരു സംശയവും ഞാൻ അതിനകത്ത് കാണുന്നില്ല. പക്ഷേ അത് അല്ല ഇവിടുത്തെ പ്രശ്നം. സാധാരണഗതിക്ക് ജനങ്ങളുടെ ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നു, സുഹൃത്തുക്കൾ മത്സരിക്കുന്നു, അതുപോലെയുള്ള പല വിഷയങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട BJP നേതാവ് ശ്യാം രാജ് പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയം, നമ്മൾ കേരള രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. 1984 കേരളവർമ്മ രാജ അവിടെ മത്സരിച്ചു. ഹിന്ദു മുന്നണി 19.9% വോട്ട് കിട്ടിയത്. കേരളവർമ്മ രാജ EMS ഞെട്ടിപ്പോയി. EMS പറഞ്ഞു, അയ്യോ കേരളവർമ്മ രാജ, ഹിന്ദു മുന്നണി, വർഗീയ കക്ഷി ഇവിടെ ജയിക്കാൻ പോകുന്നു, വർഗീയത ഇവിടെ വരുന്നു, കാല് കുത്തിയിരിക്കുന്നു, ഹിന്ദു വർഗീയത, ഇത് അപകടമാണ്, അതിന് കാരണം ന്യൂനപക്ഷ വർഗീയതയാണ്. EMSന്റെ ഒരു ഭയങ്കരമായ ഒരു ഒബ്സർവേഷൻ, ക്ലാസിക് ഒബ്സർവേഷൻ അവിടെ വരികയാണ്. അതുകൊണ്ട് നമുക്ക് അന്ന് അഖിലേന്ത്യാ ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. അവരെ വേണ്ട ഇവിടെ, കേരള കോൺഗ്രസിനെ വേണ്ട. അങ്ങനെ ഒരു പാർട്ടിയും ഇല്ലാതെ കേരള കോൺഗ്രസ് ഒന്നുമില്ല. കേരള കോൺഗ്രസോ ഇതുപോലുള്ള സമുദായ പാർട്ടികൾ, വർഗീയ കക്ഷികൾ ഒന്നുമില്ലാത്ത ഒരു മുന്നണി ആവണം ഇടതുപക്ഷ മുന്നണി എന്ന സിദ്ധാന്തം. അതിനെതിരെയാണ് MV രാഘവൻ, പിന്നീട് ബദൽ രേഖ, അങ്ങനെയൊക്കെ പോയത്. ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയട്ടെ. ഈ പാല, അതുപോലെ ഏറ്റുമാനൂർ, കടുത്തുരുത്തിയും തുടങ്ങിയ മണ്ഡലങ്ങളിലെ BJPക്ക് ശ്യാം രാജയെ ഒരു 30,000 വോട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കണക്ക്. അവിടെ ഞാൻ കോട്ടയം ജില്ല കാണിക്കാൻ കാര്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ വലിയ പ്രശ്ന ജില്ലയാകാൻ പോകുന്നത് കോട്ടയം മാണി ഗ്രൂപ്പിനെ കൂടി ചേർന്നാണല്ലോ ചുമന്നത്. അതെ, കോട്ടയം മാത്രമല്ല, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഈ 3 ജില്ലകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. നമ്മൾ എന്തൊക്കെ പത്തനംതിട്ടയും വരും. 5 സീറ്റാണ് ഇടതുപക്ഷ മുന്നണിക്ക്. സാധാരണ ജനാധിപത്യ മുന്നണിയുടെ കൂടെ പോകേണ്ടതാണ്. ഫിലിപ്പോസ് തോമസിനെ പോലെയുള്ളവർ കോൺഗ്രസിന്റെ കോട്ട കാത്തുനിന്നിരുന്ന അടൂർ പ്രകാശ് ഉണ്ടായിരുന്നയാളാണ്. ഞാൻ പറയുന്നത് പാല മാത്രം ഉദാഹരണം. പാലായിൽ മുമ്പ് N ഹരി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ശ്യാംരാജ് ഓർക്കുന്നുണ്ടോ എത്ര വോട്ട് കിട്ടിയെന്ന്? ഒരു 30,000 വോട്ട് കിട്ടി. N ഹരിക്ക് 30,000 വോട്ട് BJP നേതാവിന് കിട്ടി. 2021 പ്രമീളാദേവി എന്നൊരാളാണ് അവിടെ സ്ഥാനാർത്ഥി. രണ്ടും BJP സ്ഥാനാർത്ഥി. പൊൻ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത സ്ഥാനാർത്ഥികളാണ്. N ഹരിയും പ്രമീളാദേവിയും 30,000 വോട്ട്, പൊന്നു വോട്ട് മേടിച്ചു ഈ 2 സ്ഥാനാർത്ഥികളും. എവിടെ പോയി ഇന്ന് അത്രയും വോട്ട്? ബഹുമാനപ്പെട്ട ശ്യാംരാജ് എവിടെ പോയി? ഈ കഴിഞ്ഞ തവണ കിട്ടിയ എത്രയാണെന്നറിയോ? 10,000 അവിടെ നിൽക്കുകയാണ്. പ്രമീളാദേവിക്ക് കിട്ടിയത് 10,000 വോട്ട്.
അതിനുമുമ്പ് എൻഹരിക്ക് കിട്ടിയത് 30,000 വോട്ട്. എവിടെ പോയി വോട്ട്? BJP യുടെ വോട്ട് എവിടെ പോയി എന്ന് BJP നേതാക്കളല്ലേ പറയേണ്ടത്? അത് പറയണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രം. ഞാൻ BJP കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ഒരു പാർട്ടിയെയും കുറ്റപ്പെടുത്താറില്ല. പക്ഷേ ഇതൊരു വിഷയമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോ അങ്ങനെ ഇവിടെ ഒരു ഹിന്ദു വർഗീയത വരുന്നു എന്ന് നായനാർ ഞെട്ടിയ കഥ പറയുകയാണ് ഇവിടെ ജേക്കബ് ജോർജ്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോ ഇന്ന് VD സതീശനൊക്കെ പറയുന്നത് പോലെ 10-30 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിരുന്നില്ലേ ഇടത് സംഘടനകൾ? വോട്ടുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ നടന്നു? ഇപ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന സമിതി ഓഫീസിൽ വന്ന് ചർച്ച ചെയ്ത ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റ് ചർച്ചകളും നടന്നിട്ടുണ്ട്. വോട്ടുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിച്ചു, ഞങ്ങൾ വോട്ട് കൊടുത്തു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വർഗീയ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDFന് അനുകൂലമായി വോട്ട് നൽകും എന്ന പ്രഖ്യാപനം ഉണ്ടായപ്പോൾ മാത്രമാണോ വർഗീയത ഒരു വലിയ വിഷയമായി CPMന് തോന്നിയത്? തുടങ്ങി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. അല്ല, കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തെ വർഗീയമായി പങ്കിടാനാണ് UDFും BJPയും ശ്രമിച്ചത്. കേരളത്തിലെ BJP അജണ്ട എന്ന് പറയുന്നത് എന്താണ്? കടുത്ത മുസ്ലിം വിരോധം. അതിപ്പോൾ തുടങ്ങിയതല്ല. അമിത്ഷാ ഒരു 10 കൊല്ലം മുമ്പാണ് കേരളത്തിൽ വന്നിട്ട് ചുവപ്പ് ജിഹാദി ഭീകരത. ചുവപ്പെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജിഹാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാം. ഇത് അമിത്ഷയുടെ മുദ്രാവാക്യമായിട്ട് 10 കൊല്ലമായി. ഇതിൻ്റെ ഭാഗമായി RSS എന്ത് ചെയ്തു? പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു വിഭാഗത്തെ ഉയർത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടൊരു സംഘടനയുടെ പേരാണ് കാസ. അവർ കടുത്ത വർഗീയതയാണ്, മുസ്ലിം വിരോധമാണ്. ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്നതിന് ഒരു ആഗോള തലമുണ്ട്. ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നൊരാശയം. മറുഭാഗത്ത് എന്താണ്? ആലപ്പുഴ നമ്മളൊരു മുദ്രാവാക്യം കിട്ടും, കുന്തിരിക്കം കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാ വിളിച്ചത്? SDPA. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കുന്തിരിക്കം കരുതിക്കൂടെന്ന് പറഞ്ഞാൽ RSS വിളിക്കുന്ന മുദ്രാവാക്യമാണത്. ചുവപ്പ് ജിഹാദി ഭീകരത, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും എതിരാണ് ഇസ്ലാം എന്ന ആശയമാണ് SDPയുടെ മുദ്രാവാക്യം. കുന്തിരിക്കം കരുതിക്കോ. അപ്പോൾ ആരാണ് എതിരാളി? ക്രിസ്ത്യാനി. പിന്നെ അവലും വല്ലതും കരുതിക്കോ, അന്ത്യകർമ്മം വേണ്ടേ, ആരാ എതിരാളി? ഇത് ആലപ്പുഴ വിളിച്ച മുദ്രാവാക്യത്തിന് ആ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അവരുടെ പേര് കേസെടുത്ത് ജയിലിലടച്ചു. അപ്പോൾ SDPക്കാർ പറഞ്ഞു സംഘി വിജയൻ. RSS SDPയും കൂടെ മിനിറ്റ് വെച്ച് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത പോലെ കൊലപാതക പരമ്പര നടത്തി വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി. കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് തടഞ്ഞു. പാലക്കാട് ജില്ലയിലും ഇതുപോലെ മൂത്താന്തറ വരെ പോയി കൊലപാതകം. എന്തായി അവസാനം? ഇത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പരസ്പരം ഭീകരവാദികളായ RSSും അതുപോലെ തന്നെ SDPയും അതിൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടരും പൊരുതിക്കൊണ്ടിരിക്കുന്നു. മാറാടുകളുടെ ആവർത്തനത്തിന് ശ്രമിക്കുന്നു. ഞങ്ങളെന്ത് ചെയ്തു? ഞങ്ങളുടെ അവകാശവാദം, ഞങ്ങൾ ഒന്നാമതായി തീരുമാനിച്ചിട്ടുള്ളത് ഒരു വർഗീയ ശക്തിയുമായി സന്ധി പാടില്ല. അതിൻ്റെ ഭാഗമായിട്ടോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ RSSുമായിട്ടോ ഒരു കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. 2, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയായി ഞങ്ങൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം? മുസ്ലിം ലീഗിന് സ്വന്തം നിലനിൽപ്പ് പോയി. അവരുടെ കാലല്ല പോയത്, തലയാണ് പോയത്. നിങ്ങൾക്ക് കാല് പോയെന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ തലച്ചോറെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയായി. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു, മുസ്ലിം ലീഗ് ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമായി. അതാണ് VD സതീശനിലേക്ക് പകർന്നു. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. അപ്പം മതരാഷ്ട്രീയം കൈയാളുന്ന RSS, മതരാഷ്ട്രീയം കൈയാളുന്ന BJP, ഇപ്പുറത്ത് വേറൊരു കൂട്ടരുണ്ടല്ലോ. അവരെന്താ സംവിധാനം? കാസയുടെ പേരിൽ ഒരു വർഗീയ ശക്തികളായി ഒരു കൂട്ടർ ഉയർന്നു വരുന്നു. ഇത് കേരളത്തിന് അപകടമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക? ഇപ്പം നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി CPMൻ്റെ നേതാക്കളെ കാണാൻ വന്നു. ഇതാണ് ഇവിടെ ഉന്നയിക്കുന്ന വാദം. സത്യം എന്താണ്? 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത്, തകർത്തതാണ്. കോൺഗ്രസ് എന്ത് ചെയ്തു? മൗനമായിരുന്നു. 96 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവന വായിച്ചു നോക്കണം, അത് പബ്ലിക്കിൽ ലഭ്യമാണ്. അവരെന്താ പറഞ്ഞത്? കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭാവിയിൽ പോലും തിരുത്താൻ തയ്യാറല്ല, ഞങ്ങൾ എന്തു ചെയ്യും? ഗതികേട് കൊണ്ട് 96 തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് അല്ലാത്ത ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടരെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നു. അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ അനുഭവമാണ് നമ്മുടെ ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 1.25 ലക്ഷം വോട്ടിന് ശിവരാമൻ ജയിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല. അന്ന് കോൺഗ്രസ് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അതിന് കൂട്ടുന്നതിനോടുള്ള പ്രതികാരമുണ്ടായി. ഞങ്ങളതിന് ഗുണഭോക്താക്കളായി. പക്ഷെ ഞങ്ങളത് ആസ്വദിച്ചില്ല. ഞങ്ങളത് അതിങ്ങ് പോരട്ടെ, എന്നാൽ ലീഗ് കൂടെ പോരട്ടെ ഞങ്ങൾ കരുതിയോ? മുസ്ലിം ലീഗ് കൂടെ പോരട്ടെ ഞങ്ങൾ വിചാരിച്ചില്ല. ഇപ്പോഴും ലീഗ് വേണ്ട, അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ലീഗ് വേണ്ട, മുസ്ലിം ലീഗ് വേണ്ട, ചാടിയ ഓടി വരും ലീഗ്. ഞങ്ങൾ വിളിക്കാത്തതിന് കാരണം എന്താണ്? നമ്മുടെ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തോടൊപ്പം അങ്ങനൊരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടി വന്നാൽ അതിൻ്റെ ഭാഗമായി BJP ആണ് ശക്തിപ്പെടുക. അത് നേരിടാനുള്ള ഞങ്ങളുടെ പ്രവർത്തനം, പ്രതിബദ്ധത. ഇവിടെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് NDA മുന്നണി ദുർബലമായെന്നാണ്. BJPയുടെ കൂടെ ഉണ്ടായിരുന്ന NDA മുന്നിലെ CK ജാനു പോയി, BDJS പകുതിയായി. അതോടുകൂടി അത് ഉപ്പ് വെച്ച കലം പോലെയായി. മുന്നണി തകർന്നു. ഇനി UDFൻ്റെ അവസ്ഥ എന്താണ്? UDFൻ്റെ അവസ്ഥ ഉത്തര കേരളത്തിൽ തല ലീഗാണ്, കോൺഗ്രസ് വാലാണ്. ദക്ഷിണ കേരളത്തിൽ വരുമ്പോഴോ തല കോൺഗ്രസ് ആണ്, വാലായ ലീഗുണ്ടോ? ഇല്ല. കോട്ടയം ജില്ലയിൽ ലീഗിന് സീറ്റുണ്ട്, പക്ഷെ സ്ഥാനാർത്ഥിയില്ല. വാലാണ് ലീഗ്, പക്ഷെ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? UDF തകർന്നു. കേരള കോൺഗ്രസും LDFിൽ വന്നതോടുകൂടി മധ്യ തിരുവിതാംകൂർ മാത്രമല്ല, മുന്നണിയുടെ ബലാബലത്തിൽ ഇടതുപക്ഷം 1-ാം സ്ഥാനത്തായി. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് കാണാം. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആവർത്തനം 101 ആവർത്തിച്ചു എന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത അബിൻ വർക്കി, BJP ശക്തിപ്പെടാതിരിക്കാനാണ് ആ നില ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ CPM കൈക്കൊള്ളുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി 1970 മുതൽ എല്ലാ കൊല്ലവും എല്ലാ തിരഞ്ഞെടുപ്പിലും സഖ്യം കൂടിക്കൊണ്ടിരുന്ന CPM ആണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി തള്ളി പറയുന്നത്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി എന്തോ ധാരണ ഉണ്ടാക്കി എന്നൊക്കെ നിലയ്ക്ക് CPM ഇവിടെ പറയുമ്പോൾ, നിങ്ങൾ തന്നെ 1996 ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തെ പറ്റിയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മുഖപ്രസംഗമൊക്കെ ഇന്ന് വളരെ അവൈലബിളുമാണ്. എന്താ നിങ്ങൾ പറഞ്ഞ്? ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനങ്ങൾ അത് ജനാധിപത്യ ഇന്ത്യയെയും മതേതര ശക്തികളെയും ശക്തിപ്പെടുത്തുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ജനാധിപത്യ ഇന്ത്യയും മതേതര ശക്തികളെയും ശക്തിപ്പെടുത്തുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാ കൊല്ലവും എല്ലാ തെരഞ്ഞെടുപ്പിലും താലോലിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് മാറ്റി പറയുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ മാധുവിൻ്റെ ഫോണിലേക്ക് 2 കൊല്ലം മുമ്പ് സംസ്ഥാന CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ പ്രസ്താവന അയച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുസ്ലിം ലീഗ് ഒരു കറ തീർന്ന മതേതര പാർട്ടിയാണ്. MV ഗോവിന്ദൻ പറഞ്ഞതാണ്. മുസ്ലിം ലീഗ് ഒരിക്കൽ CPMുമായി സന്ധി ചേർന്നവരാണ്. ഞങ്ങൾക്ക് ആരോടും യാതൊരു വിധത്തിലുള്ള ശത്രുതയുമില്ല. മുസ്ലിം ലീഗിനെ പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മുസ്ലിം ലീഗിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന് മുസ്ലിം ലീഗിൻ്റെ ആലയിൽ പോയി അവരോട് എല്ലാ ദിവസവും വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന CPM വരില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയെ ഇന്ന് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി അത് മാത്രമല്ല, മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞാണ് INL എന്ന് പറയുന്ന കക്ഷി രൂപീകരിച്ചത്. ആ INL ഇന്ന് ആരുടെ ഘടകകക്ഷിയാണ്? LDFിൻ്റെ ഘടകകക്ഷിയാണ്. അപ്പോൾ INLിനെ കക്ഷത്ത് വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ നിങ്ങൾ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ആ കാര്യത്തിലുള്ളൂ. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അവർ മതേതര നിലപാടുകളാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളിപ്പോൾ എന്തോ ഒരു ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ കക്ഷികൾ എന്നൊക്കെ പറഞ്ഞാലും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറയുന്നത് പോലെ അല്ല. കാരണം കേരളത്തിൽ അമ്പലക്കൊള്ള എന്നത് ഒരു ചർച്ചാ വിഷയമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ, അത് ഏതൊരു വിശ്വാസിയാണെങ്കിലും, അത് ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെന്ന് പറഞ്ഞാൽ അവർ അമ്പലക്കള്ളന്മാരാണ്, ആ അമ്പലം വിഴുങ്ങികളാണ്. ആ അമ്പലം വിഴുങ്ങികളായ 2 CPMകാർ ഇപ്പോഴും ജയിലിലാണ്. ആ 2 CPMകാരെ ഇതേവരെ CPM പുറത്താക്കിയിട്ടില്ല എന്നത് മാത്രമല്ല, ഇതേവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത കേരളത്തിന് മുഴുവൻ തിരിച്ചറിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ അമ്പലക്കൊള്ളയുടെ പങ്ക് പറ്റിയത് കൊണ്ടാണ് CPM ഇതേവരെ അവരെ തള്ളിപ്പറയാത്തത് എന്നുള്ളത് കേരളം കൃത്യമായി ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായ വോട്ട് ഈ സർക്കാരിനെതിരായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിപ്പോൾ ഏത് ഘട്ടത്തിലും, അതിപ്പോൾ പത്തനംതിട്ട ജില്ലയിലായിക്കൊള്ളട്ടെ, പത്തനംതിട്ട ജില്ലയിൽ ഒരു സംശയവും വേണ്ട. പത്തനംതിട്ട ജില്ലയിൽ ഏത് കണക്ക് വെച്ചെടുത്താലും അത് 53 പഞ്ചായത്തുകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തിലും 4 മുനിസിപ്പാലിറ്റിയിലും 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടുന്ന ആ ജില്ലാ പഞ്ചായത്തിലും പത്തനംതിട്ട ജില്ലയിൽ വലിയ മുന്നേറ്റം, അത് ഒരു സ്വീപ്പിംഗ് വിക്ടറി
വിക്ടറി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. കാരണം പത്തനംതിട്ട ജില്ലയാണ് ഈ അമ്പലക്കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചത്. കാരണം ഈ പത്മകുമാർ പത്തനംതിട്ട ജില്ലക്കാരനാണ്. അയാൾ കോന്നിയുടെ MLA ആയിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ പത്മകുമാറിനെ പോലുള്ള ഒരു കള്ളൻ ഇപ്പോഴും ജയിലിലായിരുന്നിട്ട് ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നൊന്നും മാറ്റിയിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ CPM ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നലെയാണ് കോടതി പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ വോട്ടായി വീഴുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ CPM-ന് പരമ്പരാഗതമായി തന്നെ കേരളത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ CPM-ന് അനുകൂലമാണ്. കഴിഞ്ഞ തവണ അത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ മണലടക്കം കൊണ്ടുപോകുന്ന തരത്തിൽ ഒരു വലിയ വിജയം തന്നെ അവർക്ക് നേടാനും കഴിഞ്ഞു. ഒരുപക്ഷെ എന്തിന് കൊച്ചിയിലടക്കം നിങ്ങളുടെ കൈവെള്ളയിലിരുന്ന കൊച്ചി അടക്കം LDF കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ മാറ്റി എഴുതും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശത്തിലടക്കം ആ മാറ്റം ഉണ്ടാകുമെന്നാണ്. ഇനി ഡീലിമിറ്റേഷൻ കൊണ്ടാണെന്ന് 13-ന് പറയരുത്. ഞങ്ങൾ ഒരു 13-നും ഒന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് വളരെ ഉറച്ച വിശ്വാസമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം, അത് വലിയ വിക്ടറി ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ CPM-ന്റെ വോട്ട് ബേസ് എന്നൊക്കെ പറഞ്ഞാൽ തകർന്നുപോയി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എടുക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലമാണ്. അതുകൊണ്ടാണല്ലോ CPM സ്വന്തം വോട്ട് ബേസ് തകർന്ന് തരിപ്പണമായെന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുമായി CPM ഇറങ്ങിയത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ വേർതിരിച്ച് കാണിച്ച് ആ മുസ്ലിം വിഭാഗങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ നേതാക്കന്മാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ കാസ ഒരു തീവ്രവാദ സംഘടനയാണെങ്കിൽ അതിന് വെള്ളവും വളവും കൊടുക്കുന്നത് CPM കൂടിയാണ്. CPM ആണ് ഈ BJP-യെ ഇതുപോലെ സഹായിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മുനമ്പത്തായിക്കൊള്ളട്ടെ, അത് തൃശ്ശൂർ പൂരം കലക്കിയതായിക്കൊള്ളട്ടെ, ഈ BJP-ക്ക് വളരാനുള്ള എല്ലാ പ്രോട്ടീനും കൊടുക്കുന്നത് AKG സെന്ററിന്റെ ഫാക്ടറിയിൽ നിന്നാണ് എന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതിന്റെ പ്രത്യുപകാരമാണ് ഇതേവരെ ഞാൻ ആദ്യം പറഞ്ഞ അഴിമതി കേസുകളിൽ ഈ ഇന്ത്യ രാജ്യത്തെ ഒരേ ഒരു നേതാവിനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാത്തതുള്ളൂ. ആ നേതാവിന്റെ പേര് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇതേവരെ ചോദ്യം ചെയ്യാത്തത്, ഇതേവരെ നടപടിയെടുക്കാത്തത്. അദ്ദേഹത്തെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി, ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തി ഈ BJP-ക്ക് വേണ്ട രാഷ്ട്രീയ അടിത്തറ ഇവിടെ ഉണ്ടാക്കാൻ, സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ CPM-ന്റെ സർക്കാർ ഇവിടെ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് CPI-കാരൻ SFI-കാരനോട് പറഞ്ഞത് സമരം ചെയ്യുമ്പോൾ മുണ്ടു പൊക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അടിയിലുള്ള കാവി കളസം ജനം കാണുമെന്ന് LDF-ലെ ഒരു ഘടകകക്ഷി തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇത്രയും ഉണ്ടായിട്ട് ഇതൊന്നും ആരും തിരിച്ചറിയില്ല എന്നോർത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? പിന്നെ BJP തിരിച്ചു അങ്ങനെ തന്നെയാണല്ലോ. ഈ ശബരിമല കൊള്ളയിൽ ഈ BJP എന്ത് നിലപാടെടുത്തേ? സമരം ചെയ്തത് ഞങ്ങളാണ്, അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തി, പമ്പയിൽ ഞങ്ങൾ വലിയ സംഗമം നടത്തി, ഞങ്ങൾ ഈ കാര്യം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ BJP-യുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇവിടെ വിശ്വാസികളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിലോ ഈ തൃശ്ശൂർ പൂരം കലക്കിയിട്ട്, അതായത് മതേതര വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു മതേതര സംഘമായ തൃശ്ശൂർ പൂരം കലക്കിയിട്ട് ഒരൊറ്റ പ്രസ്താവന നടത്താൻ ഈ BJP-കാരന് സാധിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താ? തൃശ്ശൂർ പൂരം കലങ്ങിയതല്ല എന്ന് VS സുനിൽകുമാർ പറഞ്ഞു. അത് കലക്കിയത് BJP-ക്ക് വേണ്ടിയാണ്, അത് കലക്കാൻ കൂട്ടുനിന്നത് ആഭ്യന്തര വകുപ്പാണ്, ADGP അജിത് കുമാർ ആണ് എന്നുള്ളത് ഇവർക്കറിയാം. അത്തരത്തിലുള്ള അന്തർധാര കൊണ്ട് മുന്നോട്ട് പോകുന്നതിനപ്പുറത്ത് വോട്ട് പേഴ്സൺ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വലിയ വിമർശനം നിങ്ങൾക്ക് സംഘടനാ തലത്തിൽ തന്നെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. മാധു ഈ ഒക്കച്ചെങ്ങമാരായിട്ട് ഇന്ത്യ മുന്നണി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇരുന്നിട്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടും ചെയ്തിട്ട് ഞങ്ങളല്ല അവരാന്നൊക്കെ പറയുന്നതിന് എന്താത്തുള്ളൂ? അതൊക്കെ വെറുതെ ബാലിശമായിട്ടുള്ള വാദങ്ങളില്ല. നിങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക, അല്ല ഞങ്ങളുടെ മേലെ വെറുതെ കെട്ടിട്ടുകാരില്ല. ഇവിടെ അഭിം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാന്നൊക്കെ പറഞ്ഞു. ഒരു മര്യാദയൊക്കെ വേണ്ട പറയുമ്പോഴത്തേക്ക്. ഒരു മതത്തിന്റെ പേരിലുള്ള പാർട്ടി ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ, ഈ നവംബർ മാസത്തിൽ തന്നെ KM ഷാജി ലീഗിന്റെ നേതാവ് എന്താ പറഞ്ഞത്? UDF ഭരണത്തിൽ വരിക എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇതാണ് മതേതര പാർട്ടി. ഈ ഇവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ ചങ്ങായിമാരായിട്ടുള്ള മുസ്ലിം ലീഗ് പറയുന്ന ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മതത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെ മതത്തിന് വേണ്ടിയിട്ടാണ് ഭരണത്തിൽ UDF വരേണ്ടതെന്ന്. അത് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണെന്ന്. അതിനകത്ത് ഒരു തിരുത്തിരി പോലും വരുത്താതെ ഈ KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന് വേണ്ടി തന്നെയാണ് UDF സർക്കാർ അധികാരത്തിൽ വരേണ്ടതെന്ന്. അത് വർഗീയതല്ലാതെ മതേതരമാണോ? അപ്പൊ ഇങ്ങനെ ഈ വർഗീയ പാർട്ടിയിലൊക്കെ പഠിച്ചിട്ട് മതേതര പട്ടവും നിങ്ങൾ എന്റെ അഭിനയം നിങ്ങൾ ദയവ് ചെയ്ത് ചാർത്തി കൊടുക്കരുത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്ന്. ഇമ്മാതിരി മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് വർഗീയത മാത്രം പറഞ്ഞു
പറഞ്ഞിട്ട് ഇങ്ങനെ മതേതര പട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇനി ഇവിടെ അനിൽകുമാർ പറഞ്ഞ ചുവപ്പ് ജിഹാദി ഭീകരത എന്നുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കാരണം എന്താ? ഇവിടെ 2010 ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോഴത്തേക്ക് ഇന്നത്തെ നിങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി, CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി എന്താ ആ അധ്യാപകനെ വിളിച്ചത്? അതായത് കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു തീവ്രവാദ സംഘടന കേരളത്തിലെ ഒരു അധ്യാപകന്റെ കൈ വെട്ടിക്കളഞ്ഞു. ആ വെട്ടിക്കളഞ്ഞ അധ്യാപകനെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്താ വിളിച്ച? മഠയനെന്ന്. ആ വെട്ടിയ തീവ്രവാദ സംഘടനയല്ല, വെട്ടി മാറ്റപ്പെട്ട കൈയുള്ള അധ്യാപകനാണ് നിങ്ങൾ വിളിച്ച മഠയനെന്ന്. ഇനി അദ്ദേഹത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസം. നിങ്ങളുടെ രക്തസാക്ഷി അഭിമന്യുവിന്റെ ഓരോ രക്തസാക്ഷി ദിനത്തിനും ആ അഭിമന്യുവിന്റെ കൊലയാളികളുടെ പേര് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വർഗീയത തൊലിയോട്ടെ, വർഗീയ കക്ഷികൾ കൊലപ്പെടുത്തി അഭിമന്യു എന്നല്ലാതെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടിയുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? പിടിച്ചോ നിങ്ങൾ, അറസ്റ്റ് ചെയ്തോ നിങ്ങൾ. കൊട്ടിക്കേറിയ കൊട്ടിക്കലാശത്തിന് ശേഷവും സംസ്ഥാനത്ത് ഏറ്റവും തീവ്രമായി ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിവാദ വിഷയങ്ങളുണ്ട്. തുടർ ഭരണത്തിന് അക്കം നൽകുന്ന വലിയ വിജയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്നുള്ളതാണ് CPM-ന്റെ ആത്മവിശ്വാസം. ജനവിരുദ്ധ സമീപനമാണ് സർക്കാരിൻ്റേത്, അത് വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് UDF-ന്റെ ആത്മവിശ്വാസം. BJP എത്രത്തോളം മുന്നോട്ട് വരും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിനാണ് കൊട്ടിക്കലാശം. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോഴും വലിയ പ്രചാരണത്തിൽ, രണ്ടാം ഘട്ടത്തിന്റെ പ്രചാരണം തുടരുകയുമാണ്. 13 അറിയാം എന്താണ് ജനവിധിയെന്ന്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.